ഹായ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇത് തേങ്ങ ചിരണ്ടിയ ചട്ടിയാണ് കേട്ടോ. അതാണ് ആ തേങ്ങയുടെയാണ് ആ ചട്ടി കാണുന്നത് കേട്ടോ. നല്ലപോലെ കഴുകിയ ചട്ടിയാണ്. അപ്പോൾ ഞാനിത് പറയുന്നത് മൽബറിയുടെ ഒരു 15 ഇല എടുക്കുക. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് മൽബറിക്ക, നിങ്ങൾ അറിയുമായിരിക്കും മൽബറിക്ക എന്ന് പറഞ്ഞാൽ. അതെടുത്തുകൊണ്ട് വന്നിട്ട് നല്ലപോലെ അത് കഴുകുക. ഒരു 5-6 പ്രാവശ്യം കഴുകുക. ഒന്നുമില്ലെന്ന് തളിരില എടുക്കണ്ടേ കേട്ടോ, കട്ടിയുള്ള ഇല എടുക്കല്ലേ, അതിൻ്റെ തളിരില എടുത്തിട്ട് നല്ലപോലെ കൊണ്ടുവന്ന് നല്ലപോലെ കഴുകുക. ഒരു 4-5 പ്രാവശ്യം കഴുകി അത് കുടഞ്ഞ് എടുത്ത് വെച്ചിട്ട് കുഞ്ഞാക്കി അരിയുക. അതായത് കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ചീരയൊക്കെ അരിയുന്ന പോലെ കുഞ്ഞാക്കി അരിയുക. അരിഞ്ഞിട്ടൊരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് പച്ചമുളക് ഒരു 4 എടുക്കുക, ഒരു സബോള എടുക്കുക, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ സബോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം, ഈ മഞ്ഞൾപ്പൊടി ഒത്തിരി ഇടല് കേട്ടോ, ഒരു കുറച്ചേ ഇടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ചതിലേക്ക്, മൽബറിയുടെ ഇലയിലേക്ക് അത് ഇട്ടിട്ട് ഇളക്കുക. ഇളക്കിയ ശേഷം മുളകും നല്ലപോലെ സബോളയും ഉപ്പും എല്ലാം കൂടെ തിരുമ്മിയിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടി വെക്കുക. എന്നിട്ട് പകുതി അതിലിട്ട് ഇളക്കുക. ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ചീനിച്ചട്ടി തീയെ വെക്കുക. തീയെ വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കാട്ടിത്തരാം. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് മതി കേട്ടോ, അല്ലേ ഇല കുഴഞ്ഞു പോകും. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഉണ്ടോ? വെളിച്ചെണ്ണ നല്ല തിളയ്ക്കുന്നുണ്ട്, നല്ല തിളയ്ക്കണം. അതിന് ശേഷം കടുകിടുക. കടുക് പൊട്ടണം. വെളിച്ചെണ്ണ തിളച്ച ശേഷം കടുകിടണേ, എന്നാലേ പൊട്ടുള്ളൂ കേട്ടോ. പൊട്ടിക്കൊണ്ടിരിക്കുവാണേ. കരിയാതെ സ്പൂൺ എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം പൊട്ടണം. ഉണ്ടോ? ഒരുമാതിരി കടുക് കിട്ടും കേട്ടോ, നല്ലപോലെ കടുക് കിട്ടും. കടുക് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ ഇളക്കി വെച്ചിരിക്കുന്ന സാധനം ഇതിലേക്ക് ഇടുക. ഇതുണ്ടോ? ഇങ്ങനെ എടുക്കണം, വെള്ളം ചേർക്കരുത്. ഇങ്ങനെ ഇളക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമില്ലേ. നല്ല ഇളക്കി ചേർക്കുക. എന്നിട്ടിങ്ങനെ തട്ടിപ്പൊട്ടി വെക്കുക. ഇതുണ്ടോ? ഇങ്ങനെ വെക്കുക. വെച്ച ശേഷം ഒരടപ്പെടുത്ത് മൂടുക. ചെറിയൊരു അടപ്പെടുത്ത് മൂടുക. ഇതാവിച്ച് വെച്ചു. അപ്പോൾ തീ കുറച്ചിടുക. വലിയ തീ വേണ്ട കേട്ടോ, അതുകൊണ്ടാണ് കടുക് പൊട്ടാനും താമസിച്ചത്. ഞാൻ ചെറിയ തീയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുക. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ താള് തോരൻ വെച്ചു, അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇപ്പോൾ വെച്ചത് കാണിച്ചു തരാം.
തോരൻ വെച്ച് വാങ്ങി കേട്ടോ. കാണിച്ചാൽ താളെടുത്തോണ്ട് വന്നിട്ട് ഒരു ചേമ്പും താളം ഒരു 5 എണ്ണം എടുക്കാം. എടുത്തോണ്ട് വന്നിട്ട് അതിൻ്റെ ഈ ആര് പോലത്തെ സാധനമില്ലേ അത് മൊത്തം കളയണ്ട. അതിൻ്റെ ആ അഴുക്ക് ഭാഗം ഇലയുടെ തണ്ടിൻ്റെ ഭാഗം മുറിച്ചിട്ട് കളയുക. അത് കഴിഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ കിളിപ്പ് തളിരൊക്കെ ഉണ്ട് എടുക്കാം. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊണ്ടുവന്നിട്ട് ഒരു താള് നല്ല നീളം ഉണ്ടാവുമല്ലോ, അതിനെ ഒരു 6 പീസാക്കി മുറിച്ചിട്ട് നല്ലപോലെ അങ്ങനെ 5 തണ്ടും കഴുകി വാരി എടുക്കുക. നല്ലപോലെ ഒരു 3 പ്രാവശ്യം കഴുകി വാരി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതിനെ നമ്മൾ കുഞ്ഞാക്കി കൊത്തിയരിയുക. കുഞ്ഞാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ട് തേങ്ങ ചിരണ്ടി വെക്കുക. അത് കഴിഞ്ഞ് ഒരു സവോള എടുക്കുക. ഇതുപോലെ പച്ചമുളകും എടുക്കുക. ഈ സവോളയും കുറച്ച് തേങ്ങയും പച്ചമുളകും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ താള് അരിഞ്ഞ് വെച്ചത് ഉപ്പുനീരല്ല, ഉപ്പിൻ്റെ പൊടിയില്ലേ, അതൊരു ശകലം ഇട്ടിട്ട് നല്ല പോലെ ഞെരടണം. ഞെരടിയിട്ട് അതിൻ്റെ ആ ചൊറിച്ചിലുണ്ടാവായിട്ട് നമ്മളത് പിഴിഞ്ഞെടുത്തിട്ട് അത് ആ താളിൻ്റെ ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവില്ല. ഒന്ന് നല്ലപോലെ അമക്കി നമ്മൾ ഞെരടി ഇതാക്കി കഴിയുമ്പോഴത്തേക്കും അത് താള് ഉടയും. എന്നിട്ട് അതിൻ്റെ ആ നീര് മൊത്തം പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചീനിച്ചട്ടി തീയെ വെക്കുക. ഇതുപോലെ തന്നെ കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി തേങ്ങയും ഈ താളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഈ പച്ചമുളകും ഈ പറഞ്ഞ പോലെ സവോളയും കൂടെ അതിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഞെരടി എടുക്കുക. എന്നിട്ട് ചീനിച്ചട്ടി തീയെ വെച്ച് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും അത് ഇതുപോലെ തന്നെ തട്ടിപ്പൊത്ത് വെക്കുക. അതാ ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചു തരാം. ഇതുപോലെ ഇരിക്കും, വെള്ളമില്ലാതെ കണ്ട്. ഇത് കാണാവോ? കണ്ടോ തോരൻ വെച്ചേക്കുന്നേ? അടിപൊളിയല്ലേ? ഒന്ന് കഴിച്ച് നോക്കും. ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കിയ തോരനാണ്. അപ്പം നിങ്ങൾ കഴിച്ച് നോക്കുക. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഇതൊക്കെയാണ് പണി. എല്ലാ സാധനവും ഉണ്ടാക്കും. ഇനി ജാതിക്ക അച്ചാറിടുന്നതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. സമ്മന്തി പൊടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. നമുക്ക് എളുപ്പമാണ്. നമ്മൾ ഈ കടയിൽ പോയിട്ട് നമുക്കൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ ഒത്തിരിയുള്ള ആൾക്കാരുണ്ടാവും. അത് വീണ് കിടന്നാലും പെണ്ണുങ്ങളെ ചൊറിയുമെന്നും പറഞ്ഞ് അവരത് ചെയ്യില്ല. അപ്പം നമ്മളെ ചൊറിയുമൊന്നുമില്ല. അതൊന്ന് പിഴിഞ്ഞ് ഉപ്പുനീര് പിഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഇച്ചിരി നേരം ചൊറിച്ചിലുണ്ടാവും. ഏത് പണിക്കും അതിൻ്റേതായ കഷ്ടപ്പാടുണ്ടല്ലോ. അപ്പോൾ അത് പിഴിഞ്ഞ് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളം ചേർക്കരുത്, തട്ടിപ്പൊത്തി വെക്കുക ഇതുപോലെ തന്നെ. അപ്പം നല്ല ടേസ്റ്റാണിത്. നിങ്ങൾ കഴിച്ച് നോക്കുക. ഇത് വെച്ചു അതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, ഇത് കഴുകി വാരി എല്ലാം ഇതാക്കി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തീയിലേക്ക് വെക്കുമ്പോൾ ഒരു കഷ്ണം കൊടംപുളി വാളംപുളി വേണ്ട കേട്ടോ, കൊടംപുളിയുടെ കഷ്ണം കഴുകിയിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച് ഈ തോരനുണ്ടാക്കിയില്ലേ, തോരനുണ്ടാക്കാൻ വെച്ചതിലേക്ക് ഇടുക. എന്നിട്ട് അടച്ചു വെക്കുക. വെന്ത് കഴിയുമ്പോൾ ഇളക്കി വാങ്ങുക. അടുത്ത് നിന്ന് കരിയാതെ കണ്ടോ, തുള്ളി പോലും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുക. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തോരൻ എന്തായെന്ന് നോക്കാം നമുക്ക്. ഉണ്ടോ? കളറുണ്ടോ? നമ്മൾ അടിപൊളിയായിട്ട് കേട്ടോ. കരിയില വെള്ളം ചേർക്കുകയേ വേണ്ട കേട്ടോ. കഴിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ടേസ്റ്റാണ്. ഇതുകൊണ്ട് ഒരു കറിയായില്ല. ഞാൻ ആകെ 7 ഇലയെ എടുത്തിട്ടുള്ളൂ. 7 ഇല. നല്ല വലിപ്പമുള്ള ഇലയാണ് കേട്ടോ ഇവിടുത്തെ. ഞാൻ കട്ടപ്പനയിൽ പോയി കൊണ്ടുവന്ന ഇലകളാണ്. അപ്പോൾ ഇലകളല്ല, അതിൻ്റെ മരം കൊണ്ട് പിടിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ തളിരില ഞാനിപ്പോൾ എടുത്താണ്. ഇനി ഒന്നുകൂടി നിൽപ്പുണ്ട്. അപ്പോൾ എനിക്കൊരു കറിയായി. ഇനിയിപ്പം ഞാൻ മീനും വറുത്ത സമ്മന്തിപ്പൊടിയും ചാമ്പയ്ക്ക അച്ചാറും എല്ലാം ഉണ്ട്. അപ്പോൾ അടിപൊളിയായില്ലേ? ഇങ്ങനെ വെക്കുക. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും പരീക്ഷിക്കുക. നല്ലപോലെ അത് ഇല വേകട്ടെ. ഓക്കെ, അപ്പം നിങ്ങൾ കാണുക. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യണം. ചിലത് കണ്ടിട്ടങ്ങ് പോവും, ഷെയർ ചെയ്യില്ല, ലൈക്ക് ചെയ്യില്ല, ഒന്നുമില്ല. അപ്പോൾ എൻ്റെ സഹോദരങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ.